അഭിവന്ദ്യ താഴത്തിൽ പിതാവേ, തൃശ്ശൂർ അതിരൂപതയുടെ സഹായമിത്രാനായിരിക്കുന്ന ടോണി പിതാവേ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, സന്യസ്തരായിട്ടുള്ള സിസ്റ്റേഴ്സ്, എൻ്റെ സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും മണിപ്പൂരിൽ നിന്നുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ വരുന്ന വഴിക്ക് മണിപ്പൂരിൽ നിന്നുള്ള പല കോളുകളും എനിക്ക് വന്നുകൊണ്ടിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളോടൊപ്പം വേദനിക്കുന്ന വലിയൊരു ജനത്തെ കാണുവാനും അവരോട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ പങ്കിടുവാനുമായിട്ടാണ് ഞാൻ പോകുന്നത്. അവരുടെ ട്രൈബൽസിൻ്റെ ഇൻ്റലക്ച്വൽ ഗ്രൂപ്പിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സഹോദരൻ എന്നോട് പറഞ്ഞു, ഭാരതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വേദനയോടൊപ്പം നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കുചേരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു എന്നുള്ളൊരു വാക്ക് യു ഹാവ് ടു കൺവേ ടു ദൈ പീപ്പിൾ, യുവർ പീപ്പിൾ ദെയർ അറ്റ് തൃശ്ശൂർ എന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, 80 കുഞ്ഞുങ്ങളെയും കൊണ്ട് 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ, നമ്മുടെ ഭാഷയിൽ മോളെന്ന് നമ്മൾ വിളിക്കാം, ആ പ്രായക്കാരി ഒരു രാത്രിയും ഒരു പകലും മുഴുവനും ജീവരക്ഷാർത്ഥം തൻ്റെ ഗ്രാമത്തിൽ നിന്ന് വലിയ കാട്ടിലൂടെ, കൊടുങ്കാട്ടിലൂടെ, ഹിംസ്രജീവികളുള്ള കാട്ടിലൂടെ ഓടി ഓടി പുഴ തീരത്ത് ചെന്ന് തളർന്നു വീണ് കിടന്ന ആ ഒരു സംഭവം അവളുടെ വായിൽ നിന്ന് കേട്ടപ്പോൾ, അവളുടെ നിലവിളി കേട്ടപ്പോൾ, ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയം പിടച്ചു. ആ കുഞ്ഞുങ്ങളിൽ പലരും ഇപ്പോൾ അനാഥരാണ്. അവരുടെ പാരൻസ്, അവരുടെ സിബ്ലിംഗ് സഹോദരങ്ങൾ പലരും ചുട്ടുകരിക്കപ്പെട്ടു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പറ്റം 2000-3000 ആളുകൾ ഒരുമിച്ച് ഒരു ഗ്രാമത്തിലേക്ക് വന്നിട്ട് അവിടെയുള്ള ഷീറ്റുകൾ പിടിച്ചിരിക്കുന്ന വീടുകളാണ് മിക്കവാറും. ആ വീടുകളിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് തീപ്പന്തങ്ങൾ എറിയുമ്പോൾ കയ്യിൽ കിട്ടുന്ന കുഞ്ഞുങ്ങളെ മാത്രം കോരിയെടുത്തുകൊണ്ട് അമ്മമാരും അപ്പന്മാരും ഓടും. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ ആ തീക്കകത്ത് വെന്തുപിടയുന്ന അനുഭവം. അതൊന്നും തന്നെ സർക്കാരിൻ്റെ കണക്കിൽ വന്നിട്ടില്ല. അതൊന്നും തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ സന്ദർശിച്ച സുഗുണ എന്ന് പറയുന്ന ഒരു സ്ഥലമൊഴികെ ബാക്കിയുള്ള കലാപ മേഖല പ്രദേശങ്ങളിലൂടെ കടന്നു ചെന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയം പലപ്പോഴും വിങ്ങിക്കൊണ്ടേയിരുന്നു. നിലവിളിയുടെ ശബ്ദങ്ങൾ പല ക്യാമ്പുകളിൽ നിന്ന് ഞങ്ങൾ കേട്ടു. അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ അവർ ഞങ്ങളോട് പങ്കുവെച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെയും മനസ്സ് പടയും. അതുകൊണ്ട് മുഴുവനായിട്ട് എനിക്ക് പറയാനുള്ള ആ ഒരു പ്രയാസം, ചുർച്ചാമ്പൂർ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത്, അത് കുക്കികൾ കൂടുതൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ 98% കുക്കികളാണ്. അവിടെ ഒരു മെഡിക്കൽ കോളേജുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് മെയ്ത്തികൾക്ക് പാർക്കുവാൻ ഇടമില്ല, അതുകൊണ്ട് ഇതൊരു ജോഗ്രഫിക്കൽ വാറാണ് അല്ലെങ്കിൽ ഇൻസർജൻസിയാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നാൽ ഈ കുക്കികൾക്ക് വേണ്ടിയിട്ട്, നാഗാസിന് വേണ്ടിയിട്ട്, അവിടെയുള്ള ഗോത്രവർഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ചർച്ചാമ്പൂർ എന്ന് പറയുന്നതായിട്ടുള്ള ആ മെഡിക്കൽ കോളേജാണ്. അവിടെ ഞങ്ങൾ കണ്ടതായ രോഗികളിൽ നല്ല പങ്കും പകുതി വെന്ത് കിടക്കുന്നവരാണ്. ഞങ്ങൾ കണ്ട പലരും ഗർഭിണികളായിരുന്നവർ ജീവരക്ഷാർത്ഥം കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഓടിയപ്പോൾ അവരുടെ ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ ചാപ്പിള്ളകളായിത്തീർന്ന, മരിച്ചു കിടക്കുന്ന സാഹചര്യത്തിൽ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാരെയാണ്. പലരുടെയും നെഞ്ചിൽ ബുള്ളറ്റ് ഏറ്റിട്ട് ആ ബുള്ളറ്റ് നെഞ്ചിൽ നിന്ന് എടുത്തു കളയാൻ ഉള്ള സൗകര്യങ്ങളില്ലാതെ, ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യങ്ങളില്ലാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന പലരെയുമാണ് ഞങ്ങൾ കണ്ടത്. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതിക്കലും അഡ്വക്കേറ്റ് ജോണി ജോസ് കല്ലനും ഞാനും കൂടെ അവിടെയുള്ള നാഗ അച്ഛന്മാരുടെ സഹായത്തോടു കൂടിയാണ് യാത്ര ചെയ്ത ആ പ്രദേശങ്ങൾ. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും സ്ഥലങ്ങളിൽ പോകാൻ സാധിച്ചുവെന്ന്. അവിടുത്തെ മണിപ്പൂരിലെ വികാരി ജനറൽ അച്ഛൻ വർഗീസ് അച്ഛൻ ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തു. അവിടുത്തെ അഭിവന്യ ആർച്ച് ബിഷപ്പ് ഞങ്ങൾക്ക് വേണ്ടുന്ന ഒരുപാട് കൈത്താങ്ങലുകൾ തന്നു. നാഗ ഗോത്രവർഗത്തിൽ നിന്നുള്ള അച്ഛന്മാർ ഞങ്ങളോടൊപ്പം ത്രൂ ഔട്ട് സഞ്ചരിക്കുവാനും പല മേഖലകളിൽ ഞങ്ങളെ കൊണ്ടുവന്ന് ആളുകളെ കാണുവാനും സഹകരിക്കുവാനും സഹായം നൽകിക്കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുവാനും ഒക്കെ ഞങ്ങളോടൊപ്പം വന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്.